ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അതിലുപരി ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിന് വല്ലാണ്ട് ഒരു പ്രയാസം, ഒരു സങ്കടമൊക്കെ തോന്നി. ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് വിളിച്ചു കേട്ടോ. വിളിച്ചിട്ട് ഞാൻ അവിടെ അവരുമായിട്ട് സംസാരിച്ചു. ഒരു ദിവസത്തെ ഒരു അപ്പോയിൻമെൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ഉടൻ തന്നെ ഈ സ്ഥലത്ത് പോകും, ഇവരെയൊക്കെ ഒന്ന് കാണും, കുറച്ച് നേരം അവരുമായിട്ടൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യും. നമുക്ക് ഏറ്റവും വലിയ ഒരു ബാധ്യതയായി മാറുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ മാതാപിതാക്കൾ തന്നെയാണ്. അത് നമ്മൾ കാണാറുമുണ്ട്. പലപ്പോഴും ഇതുപോലുള്ള മാതാപിതാക്കളെ മക്കൾ തന്നെ ഈ വൃദ്ധസദനങ്ങളിലൊക്കെ കൊണ്ടാക്കിയിട്ട് തിരിഞ്ഞു പോലും നോക്കാത്ത എത്രയോ സംഭവങ്ങൾ നമ്മൾ ഓരോ ദിവസം കാണുന്നുണ്ട്. മാതാപിതാക്കൾ ഇല്ലാതാകുന്നതിൻ്റെ ഒരു വിഷമം എന്താണ് എന്നുള്ളത് അതില്ലാതാകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ പലരുടെ എന്താ പറയുക, ജീവിതത്തിലെ മുന്നോട്ടുള്ള പോക്ക്, അല്ലെങ്കിൽ പലപ്പോഴും ഭാര്യമാരുടെ വാക്ക് കേട്ട് അവർക്ക് ഒരു വിലങ്ങ് തടിയാകുന്ന മാതാപിതാക്കൾ, അങ്ങനെ ഇതുപോലുള്ള ആളുകളെയൊക്കെ പാർപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ കൂണുപോലെ മുളച്ച് പൊന്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. കോട്ടയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്നേഹക്കൂട് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ കുറേ അമ്മമാരും അച്ഛന്മാരും ഒരു വീഡിയോ, മനോഹരമായിട്ടുള്ളൊരു വീഡിയോ. അവരിപ്പം ഒരുപാട് റീലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്നേഹക്കൂട് എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരുപാട് വീഡിയോകളാണ് ചെയ്യുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. എനിക്ക് അവളെ കൊണ്ടുപോകണം. വിളിക്കേ. അവൾ എന്റെ ഭാര്യയാണ്. അവൾ എന്റെ കൂടെയാണ് ജീവിക്കുന്നത്. എന്റെ കൂടെ വരാൻ പറ്റില്ല, അവളെങ്ങനെ തീരുമാനിക്കും? വിളിക്കവളെ. കുട്ടിശങ്കര. അതെ, കുട്ടിശങ്കരനാണ്. എന്നാലും ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. നീയെ പറഞ്ഞില്ല. പറയാൻ ഇതുവരെ ധൈര്യം വന്നില്ല. ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ. പണ്ട് ഈ മുറ്റത്തുനിന്ന് ചോദിക്കാത്തൊരു കന്നിമാങ്ങ പോലും കുട്ടിശങ്കരൻ എടുത്തിട്ടില്ല. പക്ഷെ ഇത് ചോദിക്കാതെ പറയാതെ മോഹിച്ചു പോയതാണ്. എനിക്ക് അവളെ കൊണ്ടുപോകണം. പോകാൻ പുറപ്പെട്ടതാണ്. പക്ഷെ ഉപേക്ഷിച്ചു പോകാൻ കഴിയുന്നില്ല. ഞാൻ കാട്ടിക്കൂട്ടി ഒരുപാട് അബദ്ധങ്ങളുടെ ഫലമാണ് നിനക്ക് സംഭവിച്ചു പോയ ഒരു അബദ്ധം. അത് തുറന്നു പറയാനുള്ള മനസ്സ് നിനക്കുണ്ടായി. ആ മനസ്സ് കാണാതെ ഞാൻ പോയാൽ ഇത്രയും കാലം കുട്ടിശങ്കരൻ നിന്നെ സ്നേഹിച്ചതിന് എന്താണ് അർത്ഥം? നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ പരിശുദ്ധിയോടും കൂടി നീ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എനിക്കത് മതി. വെറുപ്പിന്റെ അവസാനം എനിക്കിപ്പോ കുട്ടിശങ്കരനോട് സ്നേഹമാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നന്നായിട്ട് നമുക്ക് പതിക്കുന്നുണ്ട്. കാരണം ആ ഒരു സാഹചര്യത്തിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടുമ്പോഴായിരിക്കും നമുക്ക് ആ വേദനയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുന്നല്ലേ. നമ്മളിപ്പോൾ സിനിമ കാണുമ്പോഴും അല്ലെങ്കിൽ സീരിയൽ കാണുമ്പോഴൊക്കെ നമുക്കത് തോന്നും. പക്ഷേ ഇത് റിയലാണ്. കാരണം ഇവരൊന്നും അഭിനയിക്കുന്നവരൊന്നും അല്ല. അവർ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില സോഷ്യൽ മീഡിയയിലൂടെയും നമുക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഒരു അച്ഛനമ്മമാരും ഇത്തരം സ്ഥാപനങ്ങളിൽ എത്തിപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, പ്രാർത്ഥിക്കുന്നുള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അലിവ് തോന്നി, ഇങ്ങനെ അമ്മമാരെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഓരോരുത്തരുടെയും വിജയം തന്നെ ആയിരിക്കും അല്ലേ. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അടുത്ത ദിവസം തന്നെ നമ്മൾ ഈ സ്നേഹക്കൂട് സന്ദർശിക്കും. അവിടുത്തെ അച്ഛനമ്മമാരൊക്കെ ആയിട്ട് നമ്മൾ സന്തോഷിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും